മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസമാണ് ഈമാനിന്റെ അടിസ്ഥാനം. ഇതില് ഇസ്ലാം കാര്യങ്ങൾ 5 അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുമാണ്. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ദീനിയാത്ത് എന്ന് പറയും. അനുഷ്ഠാനപരമായ കാര്യങ്ങൾക്ക് അമലിയാത്ത് എന്ന് പറയും. അങ്ങനെ 2 പുസ്തകം നമ്മളെ മദ്രസയിലൊക്കെ ഉണ്ടാവും. ദീനിയാത്തും അമലിയാത്തും. അടിസ്ഥാനപരമായ പുസ്തകങ്ങൾ 2 പിന്നെ കുറച്ചിങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് താരീഖ്, തജ്വീദ്, അഖീദ, ലിസാനുൽ ഖുർആന്, അങ്ങനെ കുറെ പിന്നെ വരും. അടിസ്ഥാന പുസ്തകങ്ങൾ 2 ഒന്ന് ദീനിയാത്ത്, മറ്റൊന്ന് അമലിയാത്ത്. അനുഷ്ഠാനപരമായ കാര്യങ്ങൾക്ക് അമലിയാത്ത് എന്ന് പറയും. എന്നാൽ ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നുള്ള പാഠം ശരിക്ക് വേണ്ടത് അമലിയാത്തിലായിരുന്നു. പക്ഷെ അതുള്ളത് ദീനിയാത്തിലാണ്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് അടിസ്ഥാനപരമായ പുസ്തകങ്ങൾ 2 ഒന്ന് ദീനിയാത്ത്, വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന ഭാഗത്തിനാണ് ദീനിയാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അമലിയാത്ത്, കർമ്മപരമായ കാര്യങ്ങൾ പറയുന്നതാണ് അമലിയാത്ത്. ഈമാൻ കാര്യം ദീനിയാത്തും ഇസ്ലാം കാര്യം അമലിയാത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം കാര്യം 5 എന്നുള്ള പാഠം വരേണ്ടത് അമലിയാത്തിലാണ്. പക്ഷെ അതുള്ളത് ദീനിയാത്തിലാണ്. മദ്രസയിലെ 3ാം ക്ലാസ്സിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ 3ാം ക്ലാസ്സിലാണ്. നിങ്ങളെവിടെ? നിങ്ങൾ 3ാം ക്ലാസ്സിക്ക് വരാൻ തയ്യാറെന്നെങ്കിലേ ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഒരു ഉഷാറായിട്ടില്ല നിങ്ങൾ കേട്ടോ. ഒരു യാനബിയൊക്കെ ഒന്ന് എല്ലാവരും ചെല്ലി, എന്നാലേ ഒരു ഉഷാറിട്ടുള്ളൂ. എൻ്റെ ഒപ്പം ചെല്ലണം കേട്ടോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. എന്തൊരു സുഖല്ലായിണ്ട്. ഇതൊന്ന് ഓഫാക്കി നോക്കിയാലോ? ഇതൊന്ന് ഓഫായിക്കണേ. എന്തോ ഒരു സുഖല്ലായി. ഒരു സാധനം കണ്ട് തിരിച്ചാൽ മതി. അത് ഒന്നാണ് നീക്കി വെച്ചാൽ ചിലപ്പോൾ മോണിറ്റർ കിട്ടും. ഈ മോണിറ്റർ തീരെ കിട്ടണില്ല. അല്ല, അതിപ്പോ പരമാവധി തിരിച്ചിട്ടുണ്ട്. ഇനി തിരിച്ചത് പൂക്കൂലേ? ഹലോ ഹലോ, ഞാൻ അടുത്തേക്ക് കയറ്റാം. പരീക്ഷ അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. അടിസ്ഥാനപരമായ പുസ്തകങ്ങളെ 2 വിഭജിക്കാം. ഒന്ന് ദീനിയാത്ത്, മറ്റൊന്ന് അമലിയാത്ത്. അമലിയാത്തിന് പറയുന്ന വേറൊരു പേരാണ് ഫിഖ്. അപ്പൊ ഫിഖ് വേറെ, ദീനിയാത്ത് വേറെ. ദീനിയാത്തിന് പറയുന്ന വേറൊരു പേരാണ് അഖീദ. അപ്പൊ ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ, അതിനെ ദീനിയാത്തുകൾ എന്നും കർമ്മപരമായ കാര്യങ്ങളെ അമലിയാത്ത് എന്നും പറയുന്നു.
ഇസ്ലാം കാര്യം അമലിയാത്താണെങ്കിൽ ആ പാഠം അമലിയാത്തിലാണല്ലോ വേണ്ടത്. പക്ഷെ ആ പാഠമുള്ളത് ദീനിയാത്തിലാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഈ വിശ്വാസപരമായ കാര്യങ്ങൾ 6 അല്ല ശരിക്കും. ഈമാൻ കാര്യം 6, വിശ്വാസപരമായ കാര്യം 6. ഇത് നല്ലോണം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ ഇയാൾ ഈ പറഞ്ഞതിന് പൊരുത്തം കിട്ടൂല. പിന്നെ അവസാനം നിങ്ങൾ നാളെ എന്നെ ആക്ഷേപിക്കേണ്ടി വരും. സയ്യിദുൽ ഉലമ വരുമ്പോൾ ചിലപ്പം പരാതി പറയേണ്ടി വരും, എന്തൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇത് നല്ലോണം മനസ്സിലാക്കണം. വിശ്വാസപരമായ കാര്യങ്ങൾ 6 ഈമാൻ കാര്യം 6. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അടുക്കൽ വന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും പരിചയമുള്ള ആളല്ല. എന്നാൽ യാത്രക്കാരന്റെ അടയാളമൊന്നും കാണാനുമില്ല. ഈ നാട്ടുകാരനല്ല, ഞങ്ങൾക്കൊന്നും പരിചയമില്ല. എന്നാ പുറത്തുനിന്ന് വരുമ്പോ അതിന്റെ അടയാളം കാണണ്ടാവട്ടില്ലേ? താഴെ നബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന്റെ മുട്ടിനോട് മുട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു 5 കാര്യങ്ങൾ. പിന്നെ ചോദിച്ചു, അമൽ ഈമാനു യാ റസൂലല്ലാഹ്. ഈമാൻ കാര്യം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. അൻതുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഒമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് എന്നേക്കാരെന്ന് ചോദിച്ചു. മത്തസ്സാ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള വിവരം ചോദിച്ച ആൾക്കും ചോദിക്കപ്പെട്ട ആൾക്കും ഒരുപോലെയാണ്. വന്നതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 6 പറയും, ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 5 പറയും, ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു എന്ന് പറയും. ഇതൊക്കെ വിശ്വസിക്കാനുള്ളതാണ്, ഇതൊക്കെ അനുഷ്ഠിക്കാനുള്ളതാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. നിസ്കാരം ഫിഖ്ഹിലാണല്ലോ വരിക, അമലിയാത്തിനാണല്ലോ. നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും, നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല. അതൊരു വലിയ തെറ്റാണ്, പാപമാണ്, ഹറാമാണ് നിസ്കാരം ഒഴിവാക്കല് എന്നേ ഉള്ളൂ, കാഫിറാവൂല. അതേ സമയത്ത് നിസ്കരിക്കൊന്നും വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ കാഫിറാകും. അപ്പോൾ നിസ്കാരത്തിൽ വിശ്വസിക്കുക എന്നത് ദീനിയാത്താണ്. നിസ്കരിക്കൽ മാത്രമേ അമലിയാത്തുള്ളൂ. അതുകൊണ്ട് നിസ്കാരത്തിൽ വിശ്വസിക്കണം. നോമ്പ് അങ്ങനെ തന്നെയാണ്. നോമ്പ് നോൽക്കണ്ട എന്നൊരാൾ പറഞ്ഞാൽ കാഫിറാവും. നോമ്പ് നോറ്റില്ലെങ്കിൽ കാഫിറാവൂല. ഹജ്ജിനൊന്നും പോകണ്ട എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാവും. ഹജ്ജിന് പോയില്ല എന്ന് എഴുതിയിട്ട് കാഫിറാവൂല. കല്യാണശേഷത്തിന് ഉണ്ടാകാൻ പറ്റില്ല എന്ന് മാത്രം. കല്യാണശേഷത്തിന് പോകാനുള്ള ഒരു യോഗ്യത അല്ല ഹജ്ജിന് പോകാന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞാണ്, അല്ലാതെ ഉണ്ടായിട്ട് പറഞ്ഞല്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോ വിശ്വാസപരമായ കാര്യങ്ങൾ ശരിക്ക് 5 അല്ല, 6 അല്ല, ഇനി 11 അല്ല. നമ്മൾ 11 നിൽക്കുന്നത് സത്യത്തിൽ 11 അല്ല, അതിന്റെ മേലക്കുണ്ട്.
അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ലത്, കുറേ വിശ്വാസം ചേർന്നതാണ് അള്ളാഹുവിൽ വിശ്വസിക്കൽ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദു വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ശൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതളിമു. അല്ലാഹു തആലക്ക് 20 വാജിബായ സിഫത്തുണ്ട്, എല്ലാം വിശ്വസിക്കണം. 20 മുസ്തഹീലായ സിഫത്തുണ്ട്, എല്ലാം വിശ്വസിക്കണം. ഒരു ജായിസായ സിഫത്തുണ്ട്, അതും വിശ്വസിക്കണം. 99 അസ്മാഉൽ ഹുസ്നയുണ്ട്, അതും വിശ്വസിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണെന്ന് വിശ്വസിക്കണം. അല്ലാഹു സമദ്, അല്ലാഹു സമദാണെന്ന് വിശ്വസിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ഹയ്യുൽ ഖയ്യൂമാണെന്ന് വിശ്വസിക്കണം. ഇതൊക്കെ വിശ്വസിക്കാനുള്ള തന്നെ. അപ്പോൾ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, കുറേ വിശ്വാസങ്ങളാണ്. മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, ഒരു വിശ്വാസം നല്ലത്. നക്ഷത്ര തുല്യരായ മലക്കുകൾ അള്ളാഹുവിനുണ്ടെന്ന് വിശ്വസിക്കണം. 10 മലക്കുകളുടെ പേരിനെ വിശ്വസിക്കണം. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുനാ മീകാഈൽ അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം, സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം, സയ്യിദുനാ മുൻകർ അലൈഹിസ്സലാം, സയ്യിദുനാ നക്കീർ അലൈഹിസ്സലാം, സയ്യിദുനാ റഖീബ് അലൈഹിസ്സലാം, സയ്യിദുനാ അതീദ് അലൈഹിസ്സലാം, സയ്യിദുനാ മാലിക് അലൈഹിസ്സലാം, സയ്യിദുനാ റിദ്വാൻ അലൈഹിസ്സലാം. 10 മലക്കുകളെ വിശ്വസിക്കണം. ആ 10 മലക്കുകളെ ഡ്യൂട്ടിയും വിശ്വസിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അമ്പിയാക്കൾക്ക് വഹീനെ എത്തിച്ചു കൊടുക്കുക എന്ന ഡ്യൂട്ടിയാണുള്ളത് എന്ന് വിശ്വസിക്കണം. മാലിക് അലൈഹിസ്സലാമിനെ നരകം കാക്കുക എന്ന വകുപ്പാണുള്ളത് എന്ന് വിശ്വസിക്കണം. റിദ്വാൻ അലൈഹിസ്സലാമിന് സ്വർഗം കാക്കുക എന്ന വകുപ്പാണുള്ളത് എന്നും വിശ്വസിക്കണം. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഖിയാമത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു എന്നും വിശ്വസിക്കണം. ഇതൊക്കെ ഈമാൻ തന്നെയാണ്. അപ്പം മലക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമൊന്നല്ല, കുറേ വിശ്വാസമാണ്. കിതാബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, 4 കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, 100 ഏടുകളെ കൊണ്ട് വിശ്വസിക്കണം. തൗറാത്ത് മൂസാ നബിക്ക് തന്നെയാണ് എന്ന് വിശ്വസിക്കണം, അത് വിശ്വസിക്കണം. തൗറാത്ത് ആർക്കാന്നറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് മൂസാ നബിക്ക് തന്നെയെന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ 6 അല്ല, 6, 5, 11 അല്ല, അതിൻ്റെ മേലക്കുണ്ട്. ഞാൻ തന്നെ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാലൊന്നും പോരാ. ഹൗലിൽ വിശ്വസിക്കണം, സിറാത്തിൽ വിശ്വസിക്കണം, ഹിസാബിൽ വിശ്വസിക്കണം, മീസാനിൽ വിശ്വസിക്കണം, ജന്നത്തിൽ വിശ്വസിക്കണം, നാറിൽ വിശ്വസിക്കണം, ഖബർ ജീവിതത്തിൽ വിശ്വസിക്കണം, ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്നതിനെ വിശ്വസിക്കണം, ഖബറിൽ 2 മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുന്നതിനെ വിശ്വസിക്കണം. ഇതൊക്കെ ഈമാൻ തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ ഈമാനാണ്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് ചുരുക്കി പറയാന്നുള്ളതാണ് അടുത്ത പ്രശ്നം. എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കൂടിയും പറയാന്നുള്ളതാണ്. അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ടെന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. 2,24,000 എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഓലൊക്കെ വിശ്വസിക്കണം. അതിൻ്റെ പുറമെ മുഹമ്മദ് നബി ഖാത്തിമുൽ അംബിയ ആകുന്നു എന്ന് വിശ്വസിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർക്ക് ശ്രീബുദ്ധൻ പ്രവാചകനാണ് എന്ന അഭിപ്രായമുണ്ട്. ശ്രീബുദ്ധൻ പ്രവാചകനാണെന്ന് ചില ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. നമ്മളെ അഭിപ്രായം എന്താ? ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. അതേ സമയത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്ന് വാദിച്ചു. നമ്മൾ പറഞ്ഞു പറ്റൂല. ശ്രീബുദ്ധൻ പ്രവാചകനാണെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അതേ സമയത്ത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആണെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു കുഴപ്പമില്ല തന്നെ. ചില ആളുകൾക്ക് ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് എന്ന അഭിപ്രായമുണ്ട്.
ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആണെങ്കിൽ വിശാലത പറയാണ്, അള്ളാഹിനെ പറ്റിയിട്ടാണ് പറയണത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഒരുവനാണ്, അവന് 20 വാജിബായ സിഫത്തുകളുണ്ട്, 20 മുസ്തഹിലായ സിഫത്തുകളുണ്ട്, ഒരു ജായിസായ സിഫത്തുണ്ട്, 99 അസ്മാഉൽ ഹുസ്നയുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പുറത്ത് ആ പള്ളിന്റെ കോമ്പൗണ്ടിൽ വേറൊരു വയൽ നടക്കുന്നുണ്ട്. അവിടെ വേറൊരു മൊഴിയിൽ വയലുണ്ട്. അയാൾ പറയാണ്, അല്ലാഹു തആലക്ക് 18 വാജിബായ സിഫത്താണ്, 25 മുസ്തഹീലായ സിഫത്താണ്, 4 ജായിസായ സിഫത്താണ്. അല്ലാഹു തആലക്ക് 250 അസ്മാഉൽ ഹുസ്ന ഉണ്ട് എന്നൊക്കെയാണ് അയാൾ എതറണേ. നമ്മൾ 2 വയലും കേട്ടു. അതിൻ്റെ ശേഷം മദ്രസ കോമ്പൗണ്ടിൽ വയൽ പറഞ്ഞ ആളോട് ചോദിച്ചു, അല്ല മൗലിയരെ, നിങ്ങളിപ്പോൾ ഏതാ അള്ളാഹിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ വയൽ പറഞ്ഞതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞത് 20 വാജിബ്, 20 മുസ്തഹീൽ, ഒരു ജായിസ്, 99 അസ്മാഉൽ ഹുസ്ന ഒക്കെ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ ഏതാ അള്ളാഹിനെ പറ്റിയാണ് വയൽ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ ആ ഗോപാലൻ നായർ പറയലില്ലേ ഒരു അള്ളാഹിനെ പറ്റിയിട്ട്, അയാളെ പറ്റിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. പള്ളി കോമ്പൗണ്ടിൽ വയൽ പറഞ്ഞ ആളോട് ചെന്നിട്ട് ചോദിച്ചു, അല്ല മൗലിയരെ, നിങ്ങൾ പറയണത് 18 വാജിബും 25 മുസ്തഹീലും 250 അസ്മാഉൽ ഹുസ്നയൊക്കെയാണ്, പക്ഷെ ഇത് ഏത് അള്ളയാണ് നിങ്ങൾ ഈ പറയണ അള്ളാഹു എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ പറ്റിയിട്ടാണ് പറയണത് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ അയാളുടെ ഈമാൻ ശരിയും ഇയാളുടെ ഈമാൻ തെറ്റുമാണ്. ഇയാൾക്ക് വിശദീകരിച്ചത് തെറ്റിയിട്ടുണ്ട്, പക്ഷേ ഈമാൻ ശരിയാണ്. അയാളെ വിശദീകരണം കറക്റ്റാണ്, പക്ഷേ ഈമാൻ തെറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പടച്ച തമ്പുരാൻ അറിയാം. ഈ പറയണത് നിങ്ങൾക്ക് തിരിനുണ്ടോ? അതാദ്യം ക്ലിയർ ആക്കുക. സ്റ്റേജിലേക്ക് തിരിണില്ല, സദസ്സിക്ക് തിരിനുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഇല്ലെങ്കിൽ ഇത് അവസാനം വെച്ച് പ്രശ്നമാവും, അതാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാണില്ലെങ്കിൽ വിഷയം മാറ്റേണ്ടി വരും. സ്വർഗം നരകമൊക്കെ പിന്നെ മനസ്സിലായില്ലെങ്കിലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെയല്ല, അത് മുഴുവനായിട്ടും മനസ്സിലായിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ വിശദീകരണം തെറ്റിയാലും ഈമാൻ പോവില്ല. മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ പറ്റി അല്ല പറഞ്ഞതെങ്കിൽ വിശദീകരണം ശരിയായാലും ഈമാൻ ക്ലിയർ ആവില്ല. അപ്പോൾ ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് തന്നെ ആയിരിക്കണം എന്നതാണ്.